അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്ന് നമ്മളൊരു റിഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ചൂട് സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ 2 ചെറുനാരങ്ങ 4ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഡ്രിങ്കിന് മെയിനായിട്ട് വേണ്ടത് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 to 3 വരെ ആഡ് ചെയ്യാം. നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബ്ലെൻഡാക്കി എടുക്കണം. ബ്ലെൻഡാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒന്ന് ബ്ലെൻഡാക്കിയതിന് ശേഷം പിന്നെ നിർത്തിയിട്ട് പിന്നെ ബ്ലെൻഡാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ബ്ലെൻഡാക്കുമ്പോൾ ചെറുനാരങ്ങ ഫുള്ളായിട്ട് അരയാനുള്ള ചാൻസ് ഉണ്ട്. അതറിയുമ്പോൾ ഈ ജ്യൂസിന് കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ നിർത്തിയിട്ട് ചെയ്യാം. ഇനി ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബ്രസീലിയൻ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ പാലൊന്നും ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടാണ് ഈ ഒരു കളറ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ ഒരു ടേസ്റ്റ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് ഷിനിത്താണ്. ആൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.